ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്യാണ്. സംഭവം വെച്ചാൽ നമ്മളിപ്പോൾ യുദ്ധത്തിൻ്റെ നടുക്കടയിൽ പോകുകയെന്ന് അറിയില്ല, അതേപോലെയാണ് പോകുന്നത്. കാരണം നമുക്ക് നാളെ വെള്ളിയാഴ്ച, അതായത് ഇന്ന് വ്യാഴാഴ്ച, നാളെ വെള്ളി ഇവിടെ ഗൾഫിൽ പെരുന്നാളായിരിക്കും, ചെറിയ പെരുന്നാൾ. അപ്പോൾ 20-ാം തീയതി ടിക്കറ്റ് എടുത്താണ്. അപ്പോൾ ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് അത് ഓൾറെഡി ക്യാൻസലായി. എന്നിട്ട് അവർ തന്നെ റീഷെഡ്യൂൾ ചെയ്തിട്ട് 19-ാം തീയതി വേറൊരു അവരുടെ സെയിം ഫ്ലൈറ്റ്, പക്ഷേ 4 മണിക്കൂർ കൊണ്ട് എത്തേണ്ടത് 18 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അത് നമ്മൾ ബോംബെ വഴിയാണ് പോകുന്നത്. ബോംബെ ഓക്കെ, ധാരാവി ഇനി റെഡിയായി. അപ്പോൾ എയർപോർട്ടിലേക്ക് പോകാണ്. അപ്പോൾ എന്താണ് അവസ്ഥ എന്നറിയില്ല. ചിലപ്പോൾ അവിടെ ചെന്നാലാണ് ഞാൻ അറിയാൻ പറ്റുള്ളൂ ഫ്ലൈറ്റ് ഉണ്ടോ. നമ്മൾ വെബ്സൈറ്റിലൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ വെബിലൊക്കെ ഏകദേശം കറക്റ്റാണ്, ഓൺ ടൈം കാര്യങ്ങൾ വണ്ടിയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഇത് നമുക്കൊരു ഉറപ്പില്ലല്ലോ, അവിടെ ചെല്ലുമ്പോഴൊക്കെ ചിലപ്പോൾ ഇനി ക്യാൻസലാക്കുമല്ലേ എന്നറിയില്ലല്ലോ. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ എന്താ പാട് നോക്കാം. ഓക്കെ, ഈ സാധനങ്ങളൊക്കെ ഏകദേശം കെട്ടി റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് വികാസ് ഫ്രം നേപ്പാൾ വികാസാണ്. നമ്മൾ സാധനമൊക്കെ കയറ്റിയിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് എന്താ അവസ്ഥ എന്നറിയില്ല. മുകളിലേക്ക് കയറ്റോ അറൈവൽക്ക് പോകുന്നൊക്കെ പറയുന്നത്. അവിടെ ചെന്നിട്ട് പിന്നെ എന്താ അവസ്ഥ നോക്കിയിട്ട് കാണിച്ചു തരാം. നമ്മൾ നേരെ പോകുന്നത്, ഇപ്പോൾ അവിടെ പോലീസുകാർ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ താഴേക്കാണ് വിടുന്നത്. നമുക്കങ്ങനെ ബോർഡിംഗ് പാസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടേ നമ്മൾ നേരെ ഗേറ്റിൻ്റെ അവിടേക്ക് പോവുകയാണ്. ഇൻഡിഗോ ഫ്ലൈറ്റിൽ ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് പല സ്ഥലത്തേക്കും പോകാണ്ട്. ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റിൻ്റെ കൗണ്ടർ മാത്രമാണ് മറ്റേ ഫുള്ളായിട്ട് തിരക്കുള്ളൂ. ബാക്കിയുള്ള കൗണ്ടറുകളൊന്നും തിരക്കില്ല. ഇൻഡിഗോ ഫ്ലൈറ്റ് പോകുന്നത് കണക്ഷൻ ഫ്ലൈറ്റ് മൊത്തം ഫുള്ളാണ്. ലൈന് നിന്നിട്ട് എത്ര ലൈനാണെന്നറിയാം, എന്താ ലൈന്. ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്ക്. ഡൽഹിക്ക് പോകുന്നവരുണ്ട്, ബോംബെ പോകുന്നവരുണ്ട്, അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മിസൈലിൻ്റെ നമ്മുടെ സൈറന് വരും. സൈറൻ വന്നാൽ എല്ലാവരും അവിടെ ഇട്ടിട്ട് ഉള്ളിലേക്ക് പറഞ്ഞേക്കും. ഉള്ളിലേക്ക് ഓടി പോകണം. എന്നിട്ട് അത് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും പുറത്തേക്ക് തന്നെ വരിക. ഇതന്നെ പരിപാടി. എന്തായാലും ഉള്ളിൽ വന്ന് പെട്ടിട്ടുണ്ട്. ഫ്ലൈറ്റ് ഒന്നും ക്യാൻസൽ ആയിട്ടില്ല, എന്തോ ഭാഗ്യത്തിന്. ഇനിയിപ്പോൾ നമ്മൾ ഗേറ്റ് തിരഞ്ഞിട്ട് പോവുകയാണ്, ഗേറ്റിൻ്റെ അവിടേക്ക്. നമ്മൾ വരുന്നത് C35 ആണ്. അപ്പോൾ നമുക്ക് C35ക്ക് പോകണം. ഓക്കെ, ഇങ്ങനെ ഏരോ മാർക്കറ്റ് ഉണ്ടാവും. നമ്മളപ്പോൾ അത് നോക്കിയിട്ട് ഇങ്ങനെ പോകാം. നമ്മളെ ബോർഡിംഗ് പാസിലുള്ളത്. അപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ ആളുകൾ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കവിടെ സ്ഥലം കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നോമ്പ് തുറക്കാനുള്ള സമയമായി. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് കുറച്ച് ജ്യൂസും സ്നാക്സും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ നമ്മൾ കൂടെ ഉള്ളവരൊക്കെ അവിടെ ഇരുന്നിട്ട് കുറേ ആളുകൾ നോമ്പ് തുറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും നോമ്പിൻ്റെ തുറക്കുന്ന സമയമായപ്പോൾ നമ്മളും ജ്യൂസും സാധനങ്ങളൊക്കെ തിന്നിട്ട് നോമ്പ് തുറന്ന്. അങ്ങനെ നോമ്പ് തുറ പരിപാടി കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ഗേറ്റ് തുറന്നു. ഫ്ലൈറ്റിലേക്ക് ആൾക്കാരെ വിളിച്ച് ഗേറ്റിൽ തുടങ്ങിയിട്ടോ. അങ്ങനെ ബോർഡിംഗ് ചെക്കപ്പ് തുടങ്ങി. ഞങ്ങൾ അതിന് അകത്ത് കയറി കുറച്ചു നേരം അവിടെ വിശ്രമിച്ചു. പിന്നെ അതിനുശേഷം ബോർഡിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് വിളിച്ചു, ഓരോ സോൺ അനുസരിച്ചിട്ട്. അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ഫ്രണ്ടിലെ സീറ്റാണ് കേട്ടോ. നമുക്ക് കാലൊക്കെ നീട്ടിയിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രണ്ടിലെ സീറ്റ് എടുത്തതാണ്. അപ്പോൾ ആളുകളൊക്കെ വന്ന് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫ്ലൈറ്റിന്റെ ഒരു മുൻവശത്ത് സീറ്റിലിരിക്കുന്നത്. നമ്മൾക്ക് അല്ലെങ്കിൽ പുറകിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു സീറ്റാണ് എടുക്കാറുള്ളത് സാധാരണ. ഇന്ന് നമ്മൾ ഏറ്റവും മുന്നിലെ സീറ്റിൽ ഇരുന്നിട്ട് ക്യാബിൻ ക്രൂ ഇവിടെ എന്താ കാണിക്കുന്നത്, അതായത് ക്യാബിനൊക്കെ നമുക്ക് കാണാലോ എന്ന് വിചാരിച്ചു. ഈ കാണുന്ന സംഭവമാണ് കേട്ടോ ഫ്ലൈറ്റിൽ ലൈറ്റ് സംഭവങ്ങൾ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യാൻ അവർ ഉപയോഗിക്കുന്ന ഒരു സ്ക്രീനാണ് ഈ കാണുന്നത്. അപ്പോഴേക്കും ഫ്ലൈറ്റ് ഒക്കെ എടുത്തിരുന്നു കേട്ടോ. നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ അവരവിടെ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. അപ്പം നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് ഒരു ബിരിയാണിയാണ് കേട്ടോ. അതായത് ഹൈദരാബാദി ബിരിയാണിയാണ്. അവരിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് എന്നോട് പറഞ്ഞു ഒരു 8 മിനിറ്റ് വെയിറ്റ് ആക്കി നിൽക്ക്, എന്നിട്ട് ഓപ്പൺ ആക്കിയിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഈ സംഭവം ആദ്യമായിട്ടാണ് ഈ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സംഭവം തുറന്നു നോക്കുമ്പോൾ ചെറിയ കുറച്ച് റൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ സംഭവം. അവരുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ആയിരുന്നു. അതിൻ്റെ കൂടെ പിന്നെ നമ്മളൊരു കോക്കും ഒരു കൊക്കക്കോളയും മേടിച്ചു. സംഭവം ഞാൻ കഴിച്ചു നോക്കിട്ടോ. സംഭവം വലിയ അരിയൊന്നും വെന്തിട്ടില്ല. സംഭവം ഒരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു ഫീലൊന്നും വരുന്നില്ല. പിന്നെ നമ്മൾ നോമ്പായത് കൊണ്ട് നോമ്പ് തുറക്കൊന്നും കഴിക്കാത്തത് കൊണ്ടും നമുക്ക് വിശപ്പുള്ളത് കൊണ്ടും പിന്നെ അതങ്ങനെ കുറച്ച് നമ്മൾ കഴിച്ചു തുടങ്ങി. നമുക്ക് പിന്നെ അത് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അതിൽ കുറച്ച് കഴിച്ച് കുറച്ച് ബാക്കിയായി.
അപ്പോൾ പിന്നെ അത് അങ്ങനെ തന്നെ വെച്ച് നമ്മൾ അടച്ചു വെച്ച്. പിന്നെ ഇതിൽ ഏറ്റവും മുന്നത്തെ സീറ്റ് എടുത്തു കഴിഞ്ഞാൽ നല്ല സ്പേസ് കാല് നീട്ടി വെക്കാന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഈ സാധനം മുന്നിലുണ്ടാവുകൊണ്ട് നമുക്ക് കാല് നീട്ടാനും പറ്റണില്ല, ചവിട്ടാനും പറ്റണില്ല. എന്നാൽ ഇതിനേക്കാളും ഭേദം നമുക്ക് ബാക്കിൽ ഏതെങ്കിലും ഒരു സീറ്റ് എടുക്കാമെന്ന്. എന്നാൽ പിന്നെ സീറ്റിൻ്റെ അടിക്കെങ്കിലും കാല് നീട്ടി വെക്കാമെന്നു. ഇത് അങ്ങോട്ടും വെക്കാൻ പറ്റില്ല, ഇങ്ങോട്ടും വെക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയായി. അങ്ങനെ നമ്മൾ ഇന്നൊരു നീണ്ട 3.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മളിവിടെ ബോംബെയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി, ഫ്ലൈറ്റിൽ നിന്ന് നേരെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി അവിടുന്ന് ബസ്സിൽ കയറിയിട്ട് എന്നിട്ട് വേണം നമുക്ക് ടെർമിനലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ ഇറങ്ങി എല്ലാവരും വരുന്നതേ ഉള്ളൂ. അങ്ങനെ വന്നു. നമ്മുടെ ബസ് ഏകദേശം ഫുള്ളായി കഴിഞ്ഞപ്പോൾ നമ്മൾ ബസ് എടുത്തു. അപ്പോൾ ബാക്കിയുള്ളവരെ അടുത്ത ബസ്സിൽ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ടെർമിനൽ 2 യാത്ര തിരിച്ചു. ഇനി നമുക്ക് നേരെ അടുത്ത പരിപാടി എമിഗ്രേഷൻ ഉണ്ട്. എമിഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് വരിക. ലഗേജ് ഒക്കെ ഇവിടുന്ന് എടുക്കണമെന്ന് നമ്മളോട് അവിടുന്ന് കയറുന്ന എയർപോർട്ടിൽ നിന്ന് തന്നെ അവർ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ നമ്മൾ ഈ വന്ന ലഗേജ് ഏത് ബെൽറ്റിൽ വരിക എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കാണുന്ന സ്ക്രീനിൽ എഴുതിയിട്ടുണ്ടാവും. നമ്മളെ ഫ്ലൈറ്റ് നമ്പറും നമ്മൾ വരുന്ന സ്ഥലം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ വേറെയും കുറേ ബെൽറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ കൂടെ ഒന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഏതാണോ ഫ്ലൈറ്റ് വന്നു വെച്ചാൽ അവിടെ നിന്നാൽ മതി. ഇനി നമ്മുടെ സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടി. അടുത്ത പരിപാടി ഈ കാണുന്ന ലൈൻ ഉണ്ടല്ലേ, ഇത് നമ്മൾ ഈ ലഗേജ് ഒക്കെ ഡ്രോപ്പ് ഔട്ട് ചെയ്യണം. അതായത് ജസ്റ്റ് അവരുടെ ബെൽറ്റിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി, അത് അവർ ഉള്ളിലേക്ക് തള്ളിക്കോളും. അവിടെ നേരെ അവർ നമ്മൾ പോകുന്ന ഫ്ലൈറ്റിലേക്ക് കയറ്റും. വേറെ പേപ്പേഴ്സോ ബോർഡിംഗ് പാസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനുശേഷം നമ്മൾ നേരെ ഡിപ്പാച്ചറിലേക്കാണ് പോകുക. പക്ഷെ ഞങ്ങൾ പോകുന്ന ഫ്ലൈറ്റ് 13 മണിക്കൂർ കഴിഞ്ഞിട്ട് ഡിപ്പാച്ചറിലേക്ക് അവർ അകത്തുനിന്നാണെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. പുറത്തേക്ക് പോയാലും നമുക്കൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് കയറാം. അകത്തുനിന്നാണെങ്കിൽ കയറുന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 മണിക്കൂർ മുന്നേ തന്നെ ഡിപ്പാച്ചറിൽ കയറാം. ഞങ്ങൾ വന്ന ഫ്ലൈറ്റ് പിന്നെ 13 മണിക്കൂറിന് ശേഷമാണ് നമുക്ക് കാലിക്കറ്റിലേക്ക് ഇനി ഫ്ലൈറ്റ് ഉള്ളത്. നമുക്കിനി 13 മണിക്കൂറോളം ഉണ്ട് ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കണം. ഒരു 6 മണിക്കൂർ മുന്നെയാണ് നമുക്ക് ഡിപ്പാച്ചറിലേക്ക് ഇനി കയറ്റി വിടുള്ളൂ. അപ്പൊ ഞങ്ങൾ അവിടെ കാണുന്ന ടോയ്ലറ്റിൽ കയറിട്ടോ. ടോയ്ലറ്റിൽ കയറി നോക്കുമ്പോൾ ടോയ്ലറ്റ് ഭയങ്കര മുകളിൽ കാണുന്ന ചോപ്പ് ലൈറ്റ് ഉണ്ടല്ലോ, ഇതെല്ലാം ആളുകൾ ഉണ്ട് എന്നാണ്. ഇതിന്റെ ഡോറിന്റെ പ്രത്യേകത ലോക്കൊന്നും ഇല്ല, ഫുള്ള് സെൻസറാണ്. നമ്മൾ കൈയൊന്ന് ജസ്റ്റ് വെച്ചു കൊടുത്താൽ മതി, ഡോറ് തന്നെ ഓപ്പൺ ആവും, തന്നെ അടയും ചെയ്യും. ആഹാ, എന്താ ടെക്നോളജി. ബാത്റൂമൊക്കെ നല്ല പക്ക ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് ടൈം ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഇവിടെ താഴെ തന്നെ ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴാണ് അവിടെ ചെന്നിരുന്നപ്പോൾ കുറെ മലയാളികൾ യൂറോപ്പ് കൺട്രിയിൽ നിന്നൊക്കെ വന്ന് കണ്ടത്. അവരൊക്കെ കാലിക്കറ്റിക്കാണ്, പക്ഷെ അവർക്ക് ഇനി ഹൈദരാബാദ് വഴി പോയിട്ട് കാലിക്കറ്റിലൊക്കെ പോകണം. യുദ്ധം കാരണം കുറെ ആളുകൾ അവിടെ കണക്ഷൻ ഫ്ലൈറ്റിന് ഇവിടെ ബോംബെയിലാണ് കേട്ടോ വന്നിറങ്ങുന്നത്. ഇവിടെ നിന്നാണ് കുറെ ആളുകൾ പോകുന്നത്. ബോംബെയിൽ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിപ്പമാണ്. നമ്മളെ ദുബായ് എയർപോർട്ടിന്റെ ഒക്കെ അത്ര നല്ല വലിപ്പമുള്ള ഒരു എയർപോർട്ടാണ്. കുറെ ആളുകൾ വന്നിട്ടും പോയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡിപ്പാച്ചറിൽ കയറാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോയി. മുകളിൽ കയറിയപ്പോൾ ആദ്യം നമ്മുടെ ബോർഡിംഗ് പാസ് ചെക്ക് ചെയ്യണം. കുറച്ച് പോലീസുകാർ ചെക്ക് ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റും. ഈ മിഷനിൽ നമുക്ക് വൈഫൈ ഫോണിൽ സെറ്റ് ചെയ്യാം. നമ്മളിത് ഇന്ത്യൻ സിം ഇല്ലാന്നുണ്ടെങ്കിൽ വിദേശികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൽ നമ്മുടെ പാസ്പോർട്ട് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഒരു കൂപ്പൺ കിട്ടും. ആ കൂപ്പൺ നമുക്ക് വൈഫൈ കണക്ട് ചെയ്തിട്ട് അതിൽ വൗച്ചർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇന്ത്യൻ സിം ഒക്കെ ഉള്ളവർക്ക് അതിലേക്ക് OTP വരും. അങ്ങനെ നമുക്ക് അൺലിമിറ്റഡ് വൈഫൈ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഡിപ്പാച്ചർ ഏരിയയിലെത്തി. അവിടെ ആകുമ്പോൾ ആളുകളൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സോഫ കാര്യങ്ങളൊക്കെ നല്ല ഉറങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി ഇറങ്ങിക്കൊണ്ട് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. താഴേന്ന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ മുകളിൽ അവിടെ നല്ല കാലിയാണ്. അപ്പൊ നമുക്ക് അതിന്റെ ടൈം ആകുമ്പോഴാണ് മുകളിലോട്ട് കയറ്റി വിടുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ കിടന്നിട്ട് നല്ലൊരു ഉറക്കം പാസ്സാക്കി കൊടുത്ത്. അപ്പോഴാണ് നമ്മളെപ്പോഴുള്ള ആള് പറയുന്നത്, വേഗം വായോ, അവിടെ ലാസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സമൂസയും ചായയും ഉണ്ട്. 30 രൂപ കൊടുത്താൽ ഒരു സമൂസയും ഒരു ചായയും കിട്ടും. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാറുണ്ട്. അപ്പൊ നമ്മൾ നേരെ വന്നപ്പോൾ സംഭവം ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. എയർപോർട്ടിലുള്ള സ്റ്റാഫുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഡിപ്പാച്ചറിൽ കയറിയിട്ട് ഏറ്റവും ലാസ്റ്റിക്ക് നടന്നു കഴിഞ്ഞാൽ തന്നെ ഈ കൗണ്ടർ കാണാം. അവിടെ ഒരു വാഷ്റൂം ഉണ്ട്. വാഷ്റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ സംഭവം വരുന്നത്. ഒരു സമൂസയും ഒരു ആലു സമൂസയും കിട്ടും, ഒരു ചായയും കിട്ടും 30 രൂപക്ക്. എയർപോർട്ടിൽ ഇത്ര ചീപ്പായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം സെക്യൂരിറ്റി ചെക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ താഴേക്ക് ഇറങ്ങിയിട്ട് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം ഗേറ്റിലേക്ക് പോവുകയാണ്. അവിടെ നമ്മുടെ ഗേറ്റിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് കാണാൻ നല്ല വ്യത്യസ്തമായ കാഴ്ചകളും സംഭവങ്ങളും അവർ ഒരുക്കി. കുറെ ആളുകൾ അവിടെ ഇരുന്നിട്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളായിട്ട് എന്തിനെ കുറക്കണമെന്ന് വിചാരിച്ച് നമ്മളും കുറെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അവിടെ നിന്നിട്ട് എടുത്തു.
അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്നു വന്ന് നമുക്ക് പോകാനുള്ള ഗേറ്റിൻ്റെ ആ ഭാഗത്തേക്ക് ചെന്നു. അവിടെ ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങൾ. നമ്മൾ കാലിക്കറ്റേക്ക് പോകാൻ, കാലിക്കറ്റ് ഫ്ലൈറ്റിലേക്കാണ് അടുത്തത് കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഗേറ്റിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്നൊരു ഫ്രൂട്ടി കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കാലിക്കറ്റ്. അപ്പോൾ അതായത് ഫ്ലൈറ്റ് വന്നിട്ടില്ല, ടൈമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും ബസ്സിൽ കയറിയിട്ട് ഇനി നമ്മൾ ഫ്ലൈറ്റ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്കാണ് ഈ ബസ് പോകുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ബസ്സിൽ കയറ്റിയിട്ട് ഈ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇത് ആ കാണാനാണ് നമ്മൾ പോകാൻ പോകുന്ന ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് ഇറങ്ങി. അങ്ങനെ നമുക്ക് അവിടെ ഇറങ്ങിയതിന് ശേഷം ഫ്ലൈറ്റ് കയറിയിട്ട് നമുക്ക് അതേ ഫ്രണ്ട് സൈഡ്. പക്ഷേ ഈ ഫ്ലൈറ്റിന് കുറച്ച് മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താണെന്ന് സംഭവം എന്നറിയില്ല. നമ്മൾ ഡൊമസ്റ്റിക്ക് നല്ല ഫ്ലൈറ്റും ഇന്റർനാഷണൽ ലോക്കൽ ഫ്ലൈറ്റും ആണ് ഇവർ തന്നിരിക്കുന്നത്. ഇത് മറ്റേ ഫ്ലൈറ്റിനെ അപേക്ഷിച്ച് കാലൊക്കെ കുറച്ച് നീട്ടിയേക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. ഈ മുന്നിലിരിക്കുന്ന സാധനം കുറച്ച് വളച്ച് തിരിച്ച് കൊടുത്തുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് സ്പേസ് കാര്യങ്ങളൊക്കെ ഇതിന് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവർ ഈ ഡൊമസ്റ്റിക്കിന് നല്ല ഫ്ലൈറ്റും ഇന്റർനാഷണൽ ലോക്കൽ ഫ്ലൈറ്റും കൊടുക്കണമെന്ന് അറിയത്തില്ല. പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് എടുക്കാനായിട്ടോ അപ്പത്തിന് എയർ ഹോസ്റ്റസ് വന്നിട്ട് കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിൽ ചാടുകയാണെങ്കിൽ ഇതാ ഈ സാധനം വെച്ചിട്ട് ചാടിക്കോളി എന്നിട്ട് വീർപ്പിച്ചോളൂ. അതിനുശേഷം എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഈ വഴി പോയിട്ട് അതേ പുറത്തേക്ക് ചാടിക്കോളൂ എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. Please leave your belongings behind and follow crew instructions. In the unlikely event of a water landing, take the life jacket from under your seat, slip it over your head, secure the strap around. അവിടുന്ന് പിന്നെ 1.5 മണിക്കൂർ ട്രാവൽ ചെയ്തതിനു ശേഷം നമ്മളെ ഫ്ലൈറ്റ് അവിടെ കോഴിക്കോട് എയർപോർട്ടിൽ ലാൻഡ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു പെണ്ണുമ്പിള്ള വന്നിട്ട് ഇതിലൂടെ വരും കേട്ടോ, എൻ്റെ പിന്നാലെ ഫോളോ ചെയ്തോളൂ എന്ന് പറഞ്ഞ് നമ്മളെ വലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഫസ്റ്റ് ഇരുന്നുകൊണ്ട് നമ്മൾ തന്നെയാണ് കേട്ടോ ഫസ്റ്റ് ഇറങ്ങുന്നത്. ഇവിടെ നമ്മൾ ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ ആവുകൊണ്ട് നമുക്ക് അവിടെ ബോംബെയിൽ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഇമിഗ്രേഷനും ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞതുകൊണ്ട് നമുക്കിനി നേരെ ലാഗേജ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ വേറെ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ അവിടുന്ന് ലഗേജ് ഒക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. കോഴിക്കോട് എയർപോർട്ട് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കണത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആളുകളൊക്കെ കുറവാണ്. അങ്ങനെ കുറേ ആളുകൾ വന്ന് കുറേ ആൾക്കാർ പിക്ക് ചെയ്തിട്ടൊക്കെ ഡൊമസ്റ്റിക്കിൽ നിന്ന് മാത്രം ആൾക്കാർ എടുത്തോണം. അപ്പം ഞങ്ങളങ്ങനെ അർഷക്ക് വന്ന് എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് അങ്ങനെ വീട്ടിലേക്ക് നേരെ വിട്ടു. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ആരെങ്കിലും ചങ്കുകൾ കണക്ഷൻ ഫ്ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ മുംബൈ വഴി വരികയാണെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. അപ്പം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും. അപ്പോൾ ശരി എന്നാ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.